ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കടായിയാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മൾ സാധാ മസാല തേക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കൻ മസാല തേച്ചത്. ഇനി നമുക്ക് 2 ഉള്ളി എടുത്ത് ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ട് കുറച്ച് പച്ചമുളകും എടുത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കുക. അതിലേക്ക് നമ്മളൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കന്. നമുക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം. ഇനി ഇതിൽ കുറേ ഓയിലുണ്ടല്ലോ, ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ നമ്മൾ ചേർത്തെടുക്കുന്നത്. ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പറിൽ അരച്ച് വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തെടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമ്മൾ അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തക്കാളി വഴറ്റിയെടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്തെടുക്കാം കേട്ടോ. സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കുറേ ചേർക്കണം എന്നില്ല, കുറച്ച് ചേർത്തെടുക്കുക. ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് ചപ്പും പുതിനയും കൂടി ചേർക്കാം കേട്ടോ. ഇഷ്ടമുള്ളവർക്കൊക്കെ ചേർത്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതവിടെ 5 മിനിറ്റ് നന്നായിട്ട് സിമ്മിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കടായി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.